Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി ജീവധാര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന ആശയത്തെ മുൻനിർത്തി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. അതോടൊപ്പം കൊച്ചി മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അങ്കമാലി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജിന് സ്വീകരണവും നൽകി. ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആഗോളതലത്തിൽ അംഗീകാരമായിട്ടാണ് യോഗ നിലനിൽക്കുന്നത് എന്നും നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും നിയന്ത്രിക്കാനും ഒക്കെ അതേക്കുറിച്ച് നമ്മളോട് അറിയപ്പെട്ടാവും. എന്നാൽ ഇതൊക്കെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അതെല്ലാം അതേപോലെ വിശദീകരിക്കും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്കറിയാം യോഗ അത് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ എങ്ങനെ അവരുടെ എന്തെങ്കിലും ഒക്കെ വ്യത്യാസം വരുന്ന രീതിയിൽ യോഗ, കാരണം ഞങ്ങളിവിടെ യോഗ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ 10-12 സ്ഥിരമായിട്ട് ഇവിടെ യോഗ നടത്തുന്നവരാണ്. അപ്പൊ അവരൊക്കെ ഒരിക്കൽ കൂടി യോഗാനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. പിന്നെ നമ്മളോട് പ്രിയപ്പെട്ട ശ്രീമതി സിനി മാഡത്തിന് ഞാൻ ഈ ഒരു സ്വീകരണത്തിന് യോഗ ഗുരു രാജീവ് MP-യാണ് യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത്. അങ്കമാലി മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. എന്ന് പറയുന്നത് വളരെ ലളിതമായ മനുഷ്യർ സാജു ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ എനിക്ക് പുറമെ നിന്ന് കുറച്ച് മാറി നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു എളിമയുടെ പര്യായം തന്നെയാണ്. ആ സംസാരത്തിൽ തന്നെ മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കുവാൻ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയാണ്. അതെല്ലാവർക്കും തന്നെ ലഭിക്കണമെന്നില്ല. കുറച്ചുപേരൊക്കെ മറ്റുള്ളവർക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പബ്ലിസിറ്റി കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തില് വലിയൊരു മാന്യത നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സവിശേഷന്റെ വ്യക്തിത്വത്തിൽ നിന്ന് മനസ്സിലാവുന്നത് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എങ്കിലും കുറച്ചൊക്കെ മൈൻഡ് റീഡിങ്ങും അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഒരു ഒബ്സർവേഷൻ പവറിൽ നിന്ന് നമ്മുടെ ടീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ്. നല്ല ആരോഗ്യത്തിൽ ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വൺ ആരോഗ്യം. പക്ഷെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലോകം മൊത്തം ചേഞ്ച് ചെയ്യണം, ആ ലൈഫ് സ്റ്റൈലിലേക്ക് വരണം. അതിന് ഒരു 5 കാര്യങ്ങൾ യോഗയിൽ തന്നെ പറയാനുണ്ട്. ഈ ഒരു വർഷം നമ്മൾ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ശ്രമിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഡയറ്റാണ്. പ്രോപ്പർ ഡയറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ അസുഖത്തിന്റെ 50% പ്രശ്നം. അതാണ് കുറെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ 12 മണിക്ക് തുടങ്ങുന്നത്. എന്തായാലും ഉറക്കമാണ്. മൂന്നാമത് നമ്മൾ ശരിയായ വ്യായാമം ചെയ്യണം. എക്സസൈസ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും അതോടൊപ്പം തന്നെ സിനി ടീച്ചർ പറഞ്ഞതുപോലെ നമ്മെ തന്നെ വിശദീകരിക്കാനും ഏകീകരിക്കാനും നമ്മുടെ മനസ്സിലെ എല്ലാവിധ ടെൻഷനൊക്കെ മാറ്റാനുള്ള ഒരു ഉപാധിയായി പരിശീലന കളരിയായി യോഗ ഇന്ന് അന്തർദേശീയ തലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേർ ഈ രംഗത്തേക്ക് ഈ പരിശീലന കളരിയുമായി താതാത്മ്യപ്പെട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ചീഫ് അഡ്വൈസർ ഡോക്ടർ MP ആന്റണി, അങ്കമാലി കാർഷിക വികസന ബാങ്ക് മാനേജർ KP പോളി, കല്ലറക്കൽ ഫൗണ്ടേഷൻ ചെയർമാൻ സ്റ്റീഫൻ ആന്റണി, ജീവധാര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മുതിർന്ന പൗരരുടെ കൂട്ടായ്മയായ 4 മണിപ്പൂക്കൾ കോർഡിനേറ്റർ തോമസ് മാളിയക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ മറ്റു പല സ്ഥാപനങ്ങളിലും സ്ഥിരമായിട്ട് യോഗനിഗ്രഹിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും എഴുതി അല്ലെങ്കിൽ അങ്ങനെ ഓരോ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണതിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. എന്താ തിരിച്ചു പോകും. നമ്മുടെ സർക്കുലേഷൻ കുറയുന്ന എന്താ പ്രശ്നം വെച്ചാൽ ഈ ഈ കാല് നേരെ വയ്ക്കും.
കാണാൻ പറ്റണ്ടോ? ബാക്കിലേക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണം മതി. ഇത് ബാക്കിലേക്ക് 2 3 4 5 അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ജീവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.